ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒച്ചണ്ടാക്കല്ലടാ. അപ്പോൾ ഇന്ന് നമ്മൾ മോർണിംഗ് വ്ലോഗ് ആണോ ചോദിച്ചാൽ രാവിലെ തന്നെയാണ് കേട്ടോ. 9 മണിയൊക്കെ ആയിട്ടുള്ളൂ. പക്ഷെ ഞങ്ങളുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നേരത്തെ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നില്ല. അപ്പോൾ ഗുളിക കുടിക്കാനൊക്കെ ഉള്ളതെല്ലാം സമയം വൈകുമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാനും കണ്ണുകുട്ടിയൊക്കെ ചായ കുടിച്ചു. പൂജിട്ട് സ്കൂളിൽ പോയി. കണ്ണുകുട്ടിക്ക് ഇന്ന് എന്തായിരുന്നു? ആർട്സ് ആണ്. അപ്പോൾ പോയിട്ടില്ല. പോകണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ആൾ പോയിട്ടൊന്നുമില്ല. ചേച്ചിക്ക് ആർട്സാണ്. ചേച്ചി കാണാൻ വേണ്ടി പോയി അല്ലേ. അപ്പോൾ എനിക്കിപ്പോൾ നല്ലവണ്ണം അറിയുന്നുണ്ട് കേട്ടോ. ഒരു 13-മുക്കാലോളൊക്കെ പേരായിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുന്നത് രാവിലെ തന്നെ എടുക്കാന്ന് എന്താ വെച്ചാൽ എനിക്ക് മരുന്നിൻ്റെ ഇത് കാരണം ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഒരു മിനിറ്റ്. അപ്പോൾ ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എന്താക്കി വെച്ചാൽ അപ്പോൾ നേരത്തെ നീക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ നീറ്റിട്ട് മെല്ലെ ചായയൊക്കെ ആക്കി ഗുളിക കുടിച്ചിട്ട് അങ്ങനെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ ഒറ്റയടിക്ക് എന്ത് ചെയ്യുമ്പോൾ ആകെ ക്ഷീണിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അത് മാറിയിട്ട് അങ്ങനെ അങ്ങനെയൊക്കെ വഴിക്ക് പോട്ടെ. ഒരുപാട് ആൾക്കാർ നമ്മുടെ ഒരുപാട് പിന്നെ ഫാമിലിയിലുള്ള അനിയന്മാരും ചേച്ചിമാരും മരുന്നോടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അസുഖം ഭേദമാവാൻ വേണ്ടി പ്രാർത്ഥിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുഞ്ഞ് അസുഖമാണെന്നാൽ എല്ലാവരും പറഞ്ഞു BP ഇതെനിക്ക് എപ്പോഴും ഉള്ളതാണ് കേട്ടോ. ഈ BP കുറവ് അടിക്കടി ഉണ്ടാവാറുള്ളതാണ്. അതിൻ്റെ ഇടയിൽ കൂടെ പീരീഡ്സിൻ്റെ സമയവും ഈ BP കുറച്ചിലെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് കിട്ടിയ പണിയാണ് കേട്ടോ. എന്തായാലും ഇപ്പോൾ ഒട്ടുമിക്കതും കുറവുണ്ട്. അപ്പോൾ കൂടെ നിന്ന് പ്രാർത്ഥിച്ച് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് സ്നേഹവും താങ്ക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് ഉച്ചയ്ക്ക് ഫുഡും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കണം. ഞാനും കണ്ണുകുട്ടി മാത്രമേ ഉള്ളൂ ഇല്ല കണ്ണ. അപ്പോൾ നമ്മൾ ഇന്ന് എൻ്റെ ക്യാമറാമാൻ എന്ന് പറയുന്നത് കണ്ണനാണ്. നമ്മളിന്ന് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണം. കുളി കഴിഞ്ഞിട്ടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിച്ചു വരാനും തീരുമാനമൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ഫുഡാക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്ക് കറിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് മെല്ലെ കുഞ്ഞൊരു ബ്ലോഗിലേക്ക് കിടക്കാം. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഇവിടെയൊക്കെ മഴ പെയ്തിട്ട് ചളി തെറിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല മഴയായിരുന്നു. നല്ല മഴയായിരുന്നു കേട്ടോ. 2 ദിവസം നല്ല വെയിലായിരുന്നു. എന്നാലും നല്ല മഴയായിരുന്നു. മൊത്തത്തിൽ നനഞ്ഞത് കേട്ടോ. ഒന്നും മതിയോ? നമുക്കിന്ന് ഇത് വെച്ചിട്ടാണ് നമ്മൾ കറി. ചിക്കു അല്ല, അത് പഴുക്കണമെങ്കിൽ ഒരു ടൈമുണ്ട്. കുറേ സമയം എടുക്കും അല്ലേ. ഇവിടെയൊക്കെ തുളസി ഇതൊക്കെ പറിച്ച് അവിടെ കൊണ്ട് നടണം. തുളസി കണ്ടു കഴിഞ്ഞാൽ അങ്ങനത്തൊക്കെ നമുക്ക് അങ്ങോട്ട് നടണം കേട്ടോ. കറി വെക്കാം. വാ ചിക്കൻ്റെ കുറച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ വെച്ചതിൻ്റെ ഇത്തിരി ഉണ്ട്. അത് നമുക്ക് രണ്ടാക്കത് മതിയോ തോന്നുന്ന അതൊന്നും ഇങ്ങോട്ട് ഫ്രൈ ആക്കാം അല്ലേ. അപ്പോൾ കുറച്ച് ചിക്കൻ രാത്രിക്ക് നിർത്താൻ മതിയോ? അപ്പോൾ അപ്പം എന്താ ഇത് രാത്രിക്ക് എടുക്കാം. പിന്നെ മാങ്ങ ഉപ്പിലോട്ടൊക്കെ കൂട്ടിയിട്ട് ഇന്നത്തെ അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ. ബാക്കി എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ഈ ഓമക്കായ്ക്ക് മോര് ഒഴിച്ച് വെക്കുകയാണെങ്കിൽ, മോര് കറി പോലെ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. കിട്ടുന്നുണ്ടോ പോലെ അവിടുന്ന്? അപ്പോൾ മോര് ഒഴിച്ച് വെക്കാനായിട്ട് മോരില്ല. നമ്മളിന്നൊരു മോര് ഒഴിക്കാണ്ടൊരു കറി വെക്കാം കേട്ടോ. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ ഒരു നേരം കറി വെക്കാനില്ലെങ്കിലും വലിയ വെപ്പാണൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ നമുക്ക് എടുത്തിട്ട് വെക്കാൻ വേണ്ടി പറ്റും. അവിടെ പിന്നെ നമുക്ക് മുഴുവനല്ലേ അല്ലേ. അവിടെ പിന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് വലിയ ഭാഗ്യം. പിന്നെ ഈ കാര്യം പറഞ്ഞ് നിൽക്കണില്ല. വേഗം നമുക്ക് ഇതൊക്കെ അരിഞ്ഞ് പെറുക്കിയിട്ട് കാണാം. ഒന്നും കറി വെക്കാനില്ലാത്ത ദിവസങ്ങളിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തുണ്ടെങ്കിൽ വലിയ ആശ്വാസമാണ് കേട്ടോ. മുരിങ്ങയായിക്കോട്ടെ, ചേമ്പായിക്കോട്ടെ, ഇങ്ങനത്തെ ഓമക്കായ എന്തെങ്കിലും ആയാലും നമുക്ക് അന്നത്തെ ഒരു ദിവസം കറി വെക്കാൻ വേണ്ടിയിട്ട് എന്താണെന്ന് വിചാരിച്ചിങ്ങനെ ആലോചിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതെടുത്തിട്ട് നമുക്കൊരു കറി ഇങ്ങോട്ട് സെറ്റ് ചെയ്താൽ മതി. പിന്നെ എന്തെങ്കിലും ഒരു ചമ്മന്തിയോ എന്തെങ്കിലും തൊട്ട് കൂട്ടാൻ വേണ്ടി എന്തെങ്കിലും രണ്ടാമതും കൂടെ ഉണ്ടെങ്കിൽ വിശേഷമായി. പിന്നെ വലിയ ടെൻഷനോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചില ദിവസങ്ങളിൽ നമുക്ക് പച്ചക്കറിയൊക്കെ തീർന്നത് അറിയാം, നമുക്ക് ഓർമ്മ വിട്ടുപോകും.
ആ സമയങ്ങളിൽ ഇനിയിപ്പോൾ കറി എന്തെങ്കിലും വെക്കാണ്ടോ എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തിൽ മുരിങ്ങയോ ഈ പറഞ്ഞ പോലെ താള് തകര എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഒരു നേരത്തെ കറിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഇങ്ങോട്ട് പൊക്കോളും. അപ്പോൾ നമ്മൾ ഇന്ന് ഓമക്കായ അരച്ച് കറി വെക്കാൻ വേണ്ടി നല്ല ടേസ്റ്റായി കറിക്ക് എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കിയിട്ട് പണ്ട്. ഇപ്പോൾ കുറേ നമ്മൾ ഇങ്ങനത്തെ ഒന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഓമക്കായ കണ്ടപ്പോൾ ഇങ്ങനെ ഒരു കറി വെക്കാണ്ടല്ലോ മോരില്ലെങ്കിലെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയി പൊട്ടിച്ചാണ് കേട്ടോ. നമ്മുടെ അടുത്തുള്ള ഇപ്പോൾ ഈ വീട്ടിലുണ്ടാവുന്ന സംഭവങ്ങളൊക്കെ ഈ വിഷമില്ലാത്തയും അങ്ങനത്തെ ഈ സാധനങ്ങളൊക്കെ ആകുമ്പോൾ ഒന്നുകൂടെ നല്ലതാണ്. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ദിവസത്തെ ബഡ്ജറ്റ് അങ്ങനെ അങ്ങോട്ട് തള്ളി നീക്കാനും പറ്റും. അപ്പോൾ തലേ ദിവസത്തെ കുറച്ച് ചിക്കൻ ഇരിക്കുന്നുണ്ട്, ഒഴിച്ചുകറിക്ക് വേണ്ടിയിട്ടേ ഇല്ലാത്തുള്ളൂ. അതുകൊണ്ടാണ് വേഗം പോയിട്ട് ഓമക്കായ പൊട്ടിച്ചത് കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് വലിയ ഓമക്കായ ഉണ്ട്, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, അത് കുത്തിച്ചടിക്കാൻ വേണ്ടിയിട്ടും കുറച്ച് പാടാ. ഈ തല ചുറ്റിയ സമയത്ത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മേപ്പിട്ട് നോക്കിയിട്ട് ഇനി അവിടെ തല ചുറ്റി ബോധം കെട്ട് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് താഴെ എത്തുന്നിടത്തുനിന്ന് കുറച്ച് വലുത് നോക്കി പൊട്ടിച്ച കേട്ടോ. അതന്നെ മതി നമുക്ക് ധാരാളം കറിക്ക് വേണ്ടിയിട്ട്. ഇവിടെ പച്ചക്കറി കഷ്ണം ഐറ്റംസൊക്കെ കുട്ടികൾ കഴിക്കൂടാ, അവരങ്ങനെ മാറ്റി വെക്കി പെറുക്കി എടുത്ത് കളയൊന്നുമില്ല. പൂജിറ്റി പ്രത്യേകിച്ചും കഴിക്കും. അപ്പോൾ അതുകൊണ്ട് അത് മൊത്തത്തിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓമക്കായൊക്കെ കഷ്ണങ്ങളാക്കിയിട്ട് ഇതാ നമ്മൾ കുമ്പളങ്ങ കഷ്ണമല്ലേ, കുമ്പളങ്ങ കറി വെക്കുന്ന പോലെ കഷ്ണങ്ങളാക്കിയിട്ട് കഴുകിയിട്ട് നമ്മൾ അതിനകത്തേക്ക് കുക്കറിൽ ഇട്ട് കൊടുത്തു. അതിലേക്ക് ഒരു പച്ചമുളക്, നല്ല എരിവുള്ള 2 പച്ചമുളക്, അതും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് അടച്ചങ്ങോട്ട് വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. കുക്കറിൽ ഒരു 2 വിസിൽ 3 വിസിലൊക്കെ ആകുമ്പോഴേക്കും നല്ലോണം വെന്ത് കിട്ടിക്കോളും. അപ്പോൾ അത് അങ്ങോട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. ബാക്കി പരിപാടി നമുക്കങ്ങനെ പയ്യെ നോക്കാം കേട്ടോ. പണ്ടത്തെ പോലെ ഓവർ സ്പീഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണില്ല. എന്താ വെച്ചാൽ ബാലൻസ് ഇങ്ങോട്ട് പെട്ടെന്ന് തിരുമ്പോഴൊക്കെ അടക്കണമെന്നൊക്കെ പറയും ചില സമയങ്ങളിൽ. പെട്ടെന്ന് തിരിയാൻ വേണ്ടിയിട്ടും പെട്ടെന്ന് മറിയുമ്പോഴൊക്കെ എനിക്കിങ്ങനെ തല ചുറ്റണ പോലൊക്കെ ഫീൽ ചെയ്യും. എന്നാലും 2 ദിവസത്തേക്കാട്ടിലും നല്ലോണം കുറവുണ്ട് കേട്ടോ. നല്ലോണം കുറവുണ്ട് പറഞ്ഞാൽ ഒരുമാതിരി കുറവുണ്ട്. ഞാൻ 2 ദിവസം നല്ലോണം പേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നാമത് ഭയങ്കര ആലോചിച്ച് കൂട്ടിയിട്ട് ഞാനത് വലിയൊരു സംഭവത്തിലേക്ക് എത്തിക്കും, ടെൻഷനായിട്ട് കേട്ടോ. അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ട്. പിന്നെ ഞാൻ സെർച്ച് ചെയ്തിട്ട് എൻ്റെ ഈ സിംറ്റംസ് ഒക്കെ നോക്കിയിട്ട് ഞാനതൊരു മാറാ രോഗിയാണ് രീതിയിൽ ഞാനത് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് പേടിച്ച് അലാക്കിൻ്റെ അവലും കഞ്ഞിയായിട്ടൊക്കെ നിൽക്കാറുണ്ട്. എൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ അതിനെപ്പറ്റി നന്നായിട്ടറിയാം. അതുകൊണ്ട് എനിക്ക് ടെൻഷൻ്റെ കൂടാ ഞാൻ ആലോചിച്ച് കാട് കയറാറുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ 2 ദിവസം നല്ല പേടി മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വിനോദ് ഡോക്ടറെ കണ്ട് ഗുളിക കുടിച്ചതിന് ശേഷമാണ് പിന്നെ ഒന്നും ഇങ്ങോട്ട് ആശ്വാസമായത് കേട്ടോ. ഞാൻ ആ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് എനിക്ക് പണി കിട്ടിയെന്ന് പറഞ്ഞാൽ മതി. ലാഭം നോക്കി പോയിട്ട് പെരും നഷ്ടമായി. അതൊക്കെ ഓരോ നമ്മുടെ സമയത്തിൻ്റെ ദോഷം കേട്ടോ, അല്ലാതെ അവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ ഒന്നും പ്രശ്നമില്ല കേട്ടോ. എനിക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്കിങ്ങനെ ഒരു വയ്യായിക വന്നിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പിന് വേണ്ടി നാളികേരം അരച്ച് വെച്ചു. ഇനി അതിലേക്ക് വേണ്ടിയിട്ട് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 2 എണ്ണം വെച്ചിട്ട്. ഈ കുട്ടികൾ എന്തെങ്കിലും ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കവർ അതിനകത്ത് കൊണ്ടിടും. എനിക്കതാണ് കാണുന്നത് കലിപ്പം. ഞാൻ അതിന് വേണ്ടിയിട്ട് പുറത്തൊരു ബോക്സ് ഇട്ടിട്ടുണ്ട്. അവരങ്ങോട്ട് പോകേണ്ട മടിക്കാതെ അവിടെ ഇട്ടിട്ടുണ്ടാവും കേട്ടോ. അതെടുത്ത് കൈയോടെ മാറ്റി വെച്ചു. നമ്മൾ ഈ പ്ലാസ്റ്റിക് കവർ കൊടുക്കണ ചേച്ചിമാർ വരുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കവറിലാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ അരപ്പിനുള്ള നാളികേരമൊക്കെ ചിരകി റെഡിയാക്കിയിട്ട് അതിനകത്തേക്ക് 2 വെളുത്തുള്ളി, 2 ചെറുള്ളി, കുറച്ച് നല്ല ജീരകം, പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി എല്ലാം കൂട്ടി അങ്ങോട്ട് നമുക്ക് മഷി പോലെ അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കുക്കർ വിസിൽ വിളിച്ചിട്ടുണ്ട്. ഒരു 2 എണ്ണം കൂടി വിളിക്കുമ്പോഴേക്കും നമുക്ക് വേഗം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. ഇതിലേക്ക് തൈരുണ്ടെങ്കിൽ നമ്മളൊരു മോരുകറി പോലെ സെറ്റ് ചെയ്യുക. ഇതിപ്പോൾ തൈരില്ലാത്തതുകൊണ്ട് നമ്മൾ പുളിവഴിയാണ് പിഴിയാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത്. അരപ്പൊക്കെ സെയിം തന്നെയാണ്, നമ്മൾ മോരുകറിക്കുള്ള സെയിം അരപ്പ് തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് മോരുകറിനേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റ് എനിക്ക് ഇങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിത് അരയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. വേഗം അരച്ചെടുക്കുക. എന്ന് വെച്ചാൽ കറണ്ടില്ലേ ഇവിടെ 2-3 ദിവസമായിട്ട് ഭയങ്കര മോശം. രാവിലെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രാത്രി ഒരു 6 മണിയൊക്കെ ആവില്ല വരിക. പിന്നെ നട്ടപ്പാതിരയ്ക്ക് വീണ്ടും പോവും. അങ്ങനെ 2-3 ഇവിടുത്തെ പണിയും കാര്യങ്ങളൊക്കെ അവിടെ എവിടേക്കോ നടക്കുന്നുണ്ട്. അങ്ങനെ അനുബന്ധിച്ചാൽ പക്ഷെ രാവിലെ പോയാൽ വൈകിട്ടേ വരുള്ളൂ. അതുകൊണ്ട് ഞാൻ വേഗം അരച്ചെടുത്തു. എപ്പോഴാണ് പോവാന്ന് ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ട് അരപ്പ് അങ്ങോട്ട് വേഗം കഴിച്ചിട്ട് വേഗം കൈയോടെ 2-3 പാത്രങ്ങൾ ഇരിക്കുന്നുണ്ട്, അതങ്ങോട്ട് കഴുകി വെക്കുക. ഇല്ലെങ്കിൽ എല്ലാം കഴിയുമ്പോഴേക്കും ഒരുപാടാവും. അങ്ങനെ ഞാൻ വെക്കാറില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 2-3 ഉള്ളത് വേഗം അങ്ങോട്ട് കഴുകി വെക്കും കേട്ടോ. അല്ലെങ്കിൽ ഒരുപാട് കാണുമ്പോഴേക്കും നമുക്ക് ആകെ കൂടെ വയ്യാതെയാവും. വയ്യാത്ത സമയത്ത് പ്രത്യേകിച്ചും വയ്ക്കുന്ന സമയത്ത് പറഞ്ഞ പോലെ ഞാൻ കൂട്ടിയിടാറില്ല. വയ്യാത്ത സമയത്താണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു 5 മിനിറ്റ് കിച്ചണിൽ എന്തെങ്കിലും കാര്യത്തിൽ ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആ ഉരുക്കാളതൊക്കെ കൊണ്ട് ഒതുക്കി പെറുക്കി വെച്ച് കഴുകാളതൊക്കെ കണ്ട് കഴുകി വൃത്തിയാക്കി വെക്കും. പിന്നെ നമ്മുടെ മിക്സിയുടെ ജാറിൽ മിക്സി ഇല്ലേ, അത് അവിടെ നിന്ന് എടുത്തിട്ട് താഴേക്ക് വെക്കുകയാണ്. അവിടെ വെള്ളമായിട്ട് അതിനകത്ത് ഇറത്ത് ഞാൻ ഷോക്ക് അടിക്കുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അരപ്പ് കഴിഞ്ഞാൽ ഞാൻ താഴെ ഒരു ബക്കറ്റ് ഉണ്ട്, അരി ബക്കറ്റ്, അതിൻ്റെ മേലേക്ക് അങ്ങോട്ട് എടുത്ത് വെക്കും. അവിടേക്ക് ഒന്ന് കയ്യോടെ അങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ക്യാമറാമാൻ പറയുന്നത് കണ്ണൻകുട്ടിയാണ് കേട്ടോ. അതുകൊണ്ട് വല്ലാണ്ട് ഷേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കും കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ അവനങ്ങനെ കറക്റ്റായിട്ട് എങ്ങനെയാണ് ഇതെന്നുള്ളതൊരു നേക്ക് കിട്ടിയിട്ടില്ല. ആളങ്ങനെ എപ്പോഴും വീഡിയോ എടുക്കാൻ വേണ്ടി ഉണ്ടാവാറില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് മാന്തലുണ്ട് കേട്ടോ, ഉണക്കമാന്തൽ. അതങ്ങോട്ട് വെള്ളത്തിൽ കൈയോടിട്ടു. ഇതിലേക്ക് കോമ്പിനേഷൻ എന്ന് പറയുന്നത് അത് സൂപ്പറാണ്. അതുകൊണ്ട് അതങ്ങനെ വെള്ളത്തിലിട്ടിട്ടുണ്ട്, ഉപ്പ് പോട്ടെ. ആ സമയം കൊണ്ട് നമ്മുടെ കഷ്ണമൊക്കെ വെന്തിട്ട് പുളി ഒഴിച്ച് പിഴിഞ്ഞിട്ടുണ്ട്. അതൊന്ന് പുളി നല്ലോണം വെന്ത് തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ അരപ്പും കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ഒരു 3/4 ഭാഗമായി. ഇനി അരപ്പും കൂടെ ഒന്ന് വെട്ടി തിളച്ച് വേവട്ടെ കേട്ടോ. എന്നിട്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. വലിയ വലിയ പാത്രങ്ങളൊക്കെ ഇങ്ങനെ മാറ്റിയിട്ട് ചെറിയ പാത്രത്തിലേക്ക് കറിയും കാര്യങ്ങളും ഉപ്പേരിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ മാറ്റി വയ്ക്കും.
വലിയ പാത്രങ്ങൾ കൈയോടെ അങ്ങോട്ട് കഴുകി വെക്കും. അപ്പോൾ പിന്നെ കിച്ചൺ കാണാൻ വേണ്ടിയിട്ടും നല്ല, പിന്നെ നമുക്ക് എടുക്കുമ്പോഴും ഒക്കെ ഒരു എന്താ പറയുക, ഒരു വൃത്തിയൊക്കെ തോന്നും. മറ്റേത് വൃത്തി തോന്നില്ല എന്നല്ല, ഒരുപാട് ഇങ്ങനെ വലിയ പാത്രത്തിലാകുമ്പോൾ ഒരുപാട് സ്ഥലം വേസ്റ്റ് ആവണ പോലെ തോന്നും. ഇനി നമുക്ക് കടുക് വറുത്തിടാം കേട്ടോ. ഉലുവയും കടുകും വറ്റൽമുളകും വേപ്പിലും കൂടെ വറുത്തിട്ട് നമുക്ക് കറിയിലേക്ക് അങ്ങോട്ട് കാച്ചാം കേട്ടോ. ഈ കറിയിലേക്ക് ഉലുവ പൊട്ടിക്കാൻ വേണ്ടി മറക്കരുത്. ഉലുവ, കടുക്, വറ്റൽമുളക്, വേപ്പില ഇതെല്ലാം കൂടെ നമ്മളിതാ വറുത്തിട്ടിട്ട് കറി അങ്ങോട്ട് സെറ്റായി എല്ലാം ആയത് അവിടെ ആ ഒരു ടേബിളിൻ്റെ അരുവിലേക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കും. എന്നാൽ പിന്നെ ഇവിടെ മൊത്തത്തിൽ ഇങ്ങോട്ട് വിറകി കിടക്കില്ലല്ലോ വിചാരിച്ചിട്ട് പിന്നെ ആവശ്യമുള്ള ഫുഡ് വിളമ്പിയിട്ട് നമ്മൾ ടേബിളിൻ്റെ അവിടെയോ ഉമ്മറത്തോ എടുക്കോ ഇവിടെ ഈ കിച്ചണിൻ്റെ ബാക്ക് വശത്തോ എവിടെയെങ്കിലും പോയിരുന്നിട്ടൊക്കെ അങ്ങോട്ട് ഫുഡ് കഴിക്കും. അങ്ങനെ നമ്മൾ ഇനി അടുത്തത് ഉണ്ടാക്കാൻ പോണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ. നമ്മുടെ ഉണക്കമീൻ വറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറുള്ളി ഇങ്ങോട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. ഉണക്കമീനിൻ്റെ തൊലിയൊക്കെ രണ്ട് വശത്തും കളഞ്ഞ് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു ചെറിയുള്ളിയില്ലേ, നല്ല ടേസ്റ്റാണ് ഈ ഒരു ഉണക്കമീനിലേക്ക് നമ്മൾ ഈ ചെറിയുള്ളി ചതച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം കൂടെ പുരട്ടിയിട്ട് നമ്മൾ തന്നെ വറക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് സിമ്മിൽ കിടന്ന് മുരിഞ്ഞ് വരണം, അതാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ കിടക്കട്ടെ. എന്നിട്ട് ഇതാ മുരിഞ്ഞ് വന്നപ്പോൾ നമ്മൾ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഇട്ട് തിരിച്ചിട്ട് ഇങ്ങനെ കറുമുറാന്നനെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഉണക്കമീൻ കുട്ടികൾക്ക് വലിയ കാര്യമില്ല കേട്ടോ. പൂജട്ടി തൊട്ട് നോക്കില്ല. ഞാനും കണ്ണൻകുട്ടിയാണ്, ഞാൻ കഴിക്കും. കണ്ണൻകുട്ടിയാണ് പിന്നെയും ഒന്നൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കാറ്. അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഒരു ഓറഞ്ച് ഇരിക്കുന്നുണ്ടായിരുന്നു, അത് തൊലി കളഞ്ഞങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വെള്ളം കുടി ഇപ്പോൾ കാര്യമായിട്ട് ഞാൻ നല്ലോണം വെള്ളം കുടിക്കുന്നുണ്ട്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വയ്യായി വരുമ്പോൾ കറക്റ്റ് ഓർഡറിലാവും. ഒരാഴ്ച കഴിഞ്ഞ് ഭേദം വന്നു കഴിഞ്ഞാൽ പിന്നെ പണ്ടത്തെ ശങ്കരൻ തെങ്ങിമ്മ തന്നെയെന്ന് പറഞ്ഞ പോലെ എൻ്റെ സ്വഭാവം പഴയ പോലെ തന്നെ ആവും. അതിൻ്റെ പകുതിയോളം കണ്ണൻകുട്ടിക്ക് കൊടുത്തു, 2-3 ഞാനും കഴിച്ചു കേട്ടോ. വായിക്കുന്നൊരു രുചി കിട്ടണില്ല. അങ്ങനെ നമ്മുടെ മീനൊക്കെ ആയപ്പോൾ ഒരു പാത്രത്തിലാക്കി മാറ്റി വെച്ചിട്ട് അവിടെ തന്നെ ഫുഡൊക്കെ വെക്കുന്ന സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് ഒന്നും കൂടെ നമുക്ക് ഈ ഒരു സ്പ്രേ ബോട്ടിലുള്ള ആ സ്മെല്ലുള്ള ഇപ്പോൾ പറഞ്ഞ പോലെ ഞാൻ കംഫേർട്ട് വെള്ളത്തിലാക്കിയിട്ട് അങ്ങനെ മിക്സാക്കി വയ്ക്കും. അല്ലെങ്കിൽ ഷാമ്പൂ എന്തെങ്കിലും സ്മെല്ലുള്ള എന്തെങ്കിലും ഒരു ലിക്വിഡ് ഇങ്ങനെ ആക്കിയിട്ട് സ്പ്രേ ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ തുടച്ച് കഴിഞ്ഞാൽ ഉണക്കമീൻ്റെയോ മീൻ വറുത്തേൻ്റെയോ എന്തെങ്കിലും ഉണുമ്പുമണോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പൊക്കോളും. കിച്ചൺ ഒരു നല്ലൊരു സ്മെല്ലായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. എല്ലായിടും 2 ദിവസമായിട്ട് ഇവിടെ ഒന്നും കയ്യെത്താറില്ല കേട്ടോ. 2 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയ്യാത്തിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ ഈ ഒരു ഭാഗത്തേക്ക് അങ്ങനെ വല്ലാണ്ട് മെയിൻ ചെയ്തിട്ടില്ല. എന്നാലും ചെയ്യുന്ന സമയത്തൊക്കെ കയ്യെത്താറുണ്ടെങ്കിൽ കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെല്ലാവരും ഒന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. 2 ദിവസം ഭയങ്കര കിടപ്പിലായിരുന്നില്ലേ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കയ്യോടെ തുടച്ച് വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും ചെയ്യണ കൊണ്ടില്ലേ വലിയ മല്ലൊന്നും ഉണ്ടാവില്ല. 2 ദിവസം വെയ്യെങ്കിലും നമ്മുടെ കൈ എത്തിയിട്ടില്ലെങ്കിലും അല്ലാണ്ട് നമ്മളെ വല്ലപ്പോഴൊക്കെ ചെയ്യുമ്പോഴാണ് വലിയ പാടായിട്ട് തോന്നുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു ദിവസം ഒരുപാട് പ്രാവശ്യം തുടക്കണം കൊണ്ട് അത്ര വലിയ അലമ്പും കാര്യങ്ങളൊന്നും ആവില്ല കേട്ടോ. അത് ചെയ്താൽ നമുക്ക് തന്നെയാണ് ഉപകാരം. എന്താ വെച്ച് കഴിഞ്ഞാൽ വല്ലാണ്ട് കൂടുമ്പോൾ ഓവറായിട്ട് നമ്മൾ തന്നെ ചെയ്യേണ്ടതിന് പകരം എപ്പോഴെപ്പോഴും ഈ കൈയും കാലും ഒക്കെ എവിടെയെങ്കിലുമൊക്കെ തുടച്ച് എത്തണത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ചില ആൾക്കാർ വന്നിട്ട് എൻ്റെ അടുത്തത് നെഗറ്റീവായിട്ടും വീട്ടിൽ വന്നവർ പറയാറുണ്ട്, ഇതൊക്കെ കൂടെ ഒരുമിച്ച് ചെയ്താൽ പോരെ, എപ്പോഴെപ്പോഴും ഈ തുടയ്ക്കണോ ഒന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. പക്ഷെ നമ്മളത് ശീലിച്ച് പോയി. അതുകൊണ്ട് കൈ അങ്ങനെ അങ്ങോട്ട് പൊക്കോളും. ഒരു സ്ഥലത്ത് തുടയ്ക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ കൈ ആ തല മുതൽ ഈ തല എത്തിക്കോളും കേട്ടോ. അതങ്ങനെ ആയിപ്പോയി. അതിപ്പോൾ ഈ പറഞ്ഞ പോലെ വെയ്യാതെ ആകുമ്പോൾ നമ്മൾ വെയ്യാത്തതിനനുസരിച്ച് വെയ്ക്കുമെങ്കിൽ വെയ്ക്കുന്നതിനനുസരിച്ച് നിൽക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലായിടവും തുടച്ച് വൃത്തിയാക്കി ആ ഒരു സ്മെല്ലില്ലേ, കംഫേർട്ടിൻ്റെ സ്മെല്ല് ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അതിൻ്റെ സ്മെല്ല്. അതിൻ്റെ ഒരു പിങ്ക് കളറുണ്ട്, അതാണ് ഒരു അടിപൊളി സ്മെല്ല്. അപ്പോൾ എല്ലായിടവും തുടച്ചിട്ട് നമ്മൾ ആ തുടപ്പില്ലേ അതൊന്ന് പിഴിഞ്ഞിട്ട് അവിടെ മടക്കിയിടാം. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇനി ആവശ്യം വരണയാണല്ലോ. അപ്പോൾ അതങ്ങനെ ആക്കിയിട്ടിട്ട് ഇനി കൈയൊക്കെ കഴുകിയിട്ട് നമുക്കിനിപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ എന്താക്കി വെച്ചാൽ കൈയോടെ കൂടിയിട്ട് നമുക്കിനി അടിച്ചു വാരാൻ വയ്ക്കാൻ വിചാരിച്ചു. പൂജിട്ട് ഇന്ന് പോകാൻ വേണ്ടിയിട്ട് ഇത്തിരി നേരം വൈകി. അതുകൊണ്ട് രാവിലത്തെ അടിച്ചു വാരലും കാര്യങ്ങളൊക്കെ അവിടെ കിടന്നു കേട്ടോ. തലേ ദിവസം അടിച്ചു വാരി തുടയ്ക്കണോണ്ട് തന്നെ നമുക്ക് വലിയ പാടൊന്നുമില്ല, അന്ന് അടിച്ചു വാരിയിട്ടാൽ മതി. പക്ഷേ ഇന്നലെ അടിച്ചു വാരി തുടച്ചിട്ടില്ല കേട്ടോ. വയ്യാത്തതുകൊണ്ട് തന്നെ എല്ലാം കൂടെ അവൾക്ക് ഒത്തു പോവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തുടയ്ക്കേണ്ടെന്ന് പറഞ്ഞു. പൊടി കാര്യങ്ങളോ മണ്ണോ ചളിയൊന്നുമില്ല. പക്ഷെ എനിക്ക് ഡെയിലി തുടച്ചിട്ടില്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ തുടച്ചില്ല. അപ്പോൾ എനിക്ക് ഇന്നൊന്ന് തല കുന്തിയപ്പോൾ വിചാരിച്ചു അങ്ങോട്ട് തുടച്ചിടാം. ഇനിയിപ്പോൾ അങ്ങനെ കിടക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട്. വെയ്ക്കുമെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ 10 ആളാണ് വെയ്യെങ്കിൽ അവിടെ കിടക്കുകയും ചെയ്യും കേട്ടോ. ഞാൻ കിടക്കുക എന്ന് പറഞ്ഞാൽ പിള്ളേർ കിടത്തലാണ് ഇപ്പോൾ. ഇളകണ്ടാന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം കണ്ണൻകുട്ടിയെ മൊത്തം നോക്കിയിട്ടുണ്ടായിരുന്നു, ഫുഡും കാര്യങ്ങളൊക്കെ ആക്കി തന്നിട്ട്. പിന്നെ ഒരു ദിവസം പൂജിട്ടി നിന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ പിന്നെ അവർക്ക് ആർട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ലീവും കാര്യങ്ങളും കിട്ടിയോണ്ട് വല്ലാണ്ട് ലീവൊന്നും ആക്കാൻ വേണ്ടി ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുട്ടികൾ നിൽക്കണോണ്ടൊരു സമാധാനം. ഒറ്റയ്ക്ക് ആയതുകൊണ്ട് അവർക്ക് ഇട്ട് പോകാനും വേണ്ടിയിട്ടും പാടാണ് കേട്ടോ. അല്ലാതെ ഇപ്പം ഞാൻ മനഃപൂർവ്വം വയ്യാതാക്കിയിട്ട് അവരെ ലീവ് ആയിപ്പിക്കണമല്ല കേട്ടോ. എനിക്കും ആഗ്രഹം ഉണ്ടാവുമോ എനിക്ക് വയ്യാതായിട്ടൊരു ഭാഗത്ത് കിടക്കണം എന്നൊക്കെ. അങ്ങോട്ട് വന്ന് പോണതല്ലേ, അതങ്ങനെ അങ്ങോട്ട് മാറുകയും ചെയ്തോളൂ കേട്ടോ.
ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ട് തന്നെയാണ് 100% ഉറപ്പ് തന്നെയാണ്. ഇനി ഞാൻ കാര്യമായിട്ടൊക്കെ ഹെൽത്തൊക്കെ നോക്കിയിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുള്ളൂ. അങ്ങനെ എല്ലാം അവിടെ അടിച്ച് വാരിയിട്ട് ഇനി നമുക്ക് വേഗം തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ. തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലേ ഭയങ്കരമായിട്ട് നമുക്കൊരു പോസ്റ്റ്, അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. നമ്മുടെ വീടും പരിസരവും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയായി കിടന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പകുതി അസുഖം മാറിയ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. മറ്റേത് അസുഖം മാറിയാലും മൈൻഡിൽ ഇതായിരിക്കും, അയ്യോ തുടയ്ക്കായിരുന്നു, ഇല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്തില്ലല്ലോ ഇങ്ങനെ ചെയ്തില്ല, എൻ്റെ കാര്യം അങ്ങനെയാണ്. പിന്നെ പകുതി മൊത്തം അങ്ങനെ പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താക്കി വെച്ചാൽ വേഗം അങ്ങോട്ട് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. കണ്ണൻകുട്ടി അവിടെ നിന്ന് പറയുന്നുണ്ട്, ഞാൻ ചെയ്യാം, ഒതുങ്ങിയിരുന്നോളൂ, ഒന്നും ഇങ്ങോട്ട് വേവിക്കെങ്കിൽ അങ്ങനെ ചെയ്യണ്ട അങ്ങനെ ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഉപദേശിക്കാൻ വേണ്ടി കൂടെ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു മിണ്ടല്ലേ അമ്മ, വേഗം ചെയ്യാം. അങ്ങനെ പറയുമ്പോൾ അമ്മയ്ക്ക് വയ്യാതെയാവും, കുറേ പറയുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് മിണ്ടാണ്ട് നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ വേഗം ഇനി തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ. തുടയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ള ടൈലാണ്. പിന്നെ ഞങ്ങളുടെയൊക്കെ മുടി കാര്യമായിട്ട് കൊഴിയലുണ്ട്. ഈ തുടയ്ക്കുമ്പോൾ ഈ മുടി കിട്ടുമ്പോൾ അല്ലേ പ്രാന്ത് പിടിക്കും, കുറേ നേരം നിന്ന് മെനക്കെടണം. അതുകൊണ്ട് തന്നെ കുറച്ചധികം നേരത്തെ മല്ലുണ്ട്. അധികം സ്ഥലമൊന്നുമില്ല, നമുക്ക് 2 റൂമോ ഒരു ഹാളും കിച്ചണും ഉള്ളൂ. നമ്മുടെ കോണി സ്റ്റെപ്പില്ലേ സ്റ്റെയറിൻ്റെ അവിടെയൊക്കെ ഞാൻ ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ തുടയ്ക്കാറുള്ളൂ. ഡെയിലി ഒന്നും തുടയ്ക്കാറില്ല. ഇവിടെ ഡെയിലി ഞാൻ തുടയ്ക്കാറുണ്ട്. ഈ കസേരയൊക്കെ ഇങ്ങനെ മാറ്റിയിട്ട് തുടച്ചിട്ടില്ലെങ്കിൽ അവിടെയൊക്കെ പൊടി ഉണ്ടാവും. പൂജിട്ടിയാണെങ്കിൽ കണ്ടോളം മാത്രം ഇങ്ങനെ തുടച്ച് പോരുള്ളൂ കേട്ടോ. അവരുടെ പ്രായം ഇപ്പം അതല്ലേ. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഈ അരുമുക്കും ചെയ്യണ പോലെയൊക്കെ അവർ ഒരു സ്റ്റേജ് എത്തുമ്പോൾ അവരും ചെയ്തോളും. അപ്പോൾ എല്ലായിടും ഒന്ന് കാര്യമായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. 2 പ്രാവശ്യം തുടയ്ക്കണം കേട്ടോ. ഒന്ന് വെള്ളം കൂട്ടിയിട്ട് തുടയ്ക്കും, അല്ലാണ്ടും തുടയ്ക്കും. ഇതിപ്പോൾ കാണിക്കുമ്പോൾ നമ്മളെല്ലാം കൂടെ കാണിക്കുമ്പോൾ ഒരു വ്ളോഗിലേക്ക് ഇത് മൊത്തത്തിലായിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് കാണിച്ച് തീർക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലായിടും തുടച്ച് കഴിയുമ്പോൾ ഒരു മനസ്സമാധാനമാണ്, ഒരു മനസ്സുഖമാണ്. ഇനി കിച്ചണും കൂടെ നമുക്ക് അങ്ങോട്ട് തുടയ്ക്കാം. ഈ ഒരു വെള്ളം ഞാൻ മാറ്റിയിട്ട് ഇനി അടുത്ത വെള്ളം എടുത്തിട്ടാണ് നമ്മൾ കിച്ചൺ തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. എനിക്ക് ഇങ്ങനെ തുടയ്ക്കണം കേട്ടോ, കുറച്ചും കൂടെ വൃത്തിയും തോന്നുക, എളുപ്പവും. പിന്നെ കൈയിൻ്റെ വേദനയും ഊരുടെ വേദനയൊക്കെ ആലോചിച്ചിട്ട്, ഇടുപ്പ് വേദനയൊക്കെ ആലോചിച്ചിട്ട് മോപ്പന്നെ ശരണം എന്ന് വിചാരിച്ചിട്ട് ചില സമയങ്ങളിൽ അങ്ങനെ ചെയ്യാറ്. ഈ ഒരു സിറ്റ് ഔട്ടൊക്കെ കാര്യമായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ കൈ വെച്ചിട്ട് ഇങ്ങനെ തന്നെയാണ് തുടയ്ക്കുക. നമ്മുടെ അവിടെ ഒരു തുണി ഉണ്ടല്ലോ, ഈ ഒരു ബനിയാൻ, അത് വെച്ചിട്ട് ഇതുകൊണ്ട് തുടച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയാവും കേട്ടോ. ചളി വെള്ളമൊക്കെ അങ്ങോട്ട് നല്ലോണം പോരും. അതുകൊണ്ട് എനിക്ക് ഈ തുണി കളയാൻ വേണ്ടിയിട്ടേ തോന്നില്ല. അപ്പോൾ അത് ഞാൻ പിഴിഞ്ഞ് അവിടെ ഇട്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇനി ചവിട്ടി കയറുമ്പോൾ കാലിലെ ചളി അതിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഇടാൻ വേണ്ടിയിട്ട് ഒരു ചവിട്ടി ഉണ്ട്. പക്ഷേ എന്താ പറയുക, പൂച്ചക്കുട്ട അവിടെ കിടന്നിട്ട് മൂത്രം ഒഴിച്ചിട്ടാന്ന് തോന്നുന്നു, ഭയങ്കര സ്മെല്ല്. കേൾക്കുമ്പോൾ വൊമിറ്റ് ചെയ്യാൻ വരും. അപ്പോൾ ആ തുണി മാറ്റി, ആ ഒരു ചവിട്ടി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ശല്യമില്ല. അപ്പോൾ അത് കാരണം ഞാനത് അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് നമ്മുടെ കിച്ചണും കൂടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. മഴ പെയ്തുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ മണ്ണ് തെറിച്ചിട്ടുണ്ട് കേട്ടോ. തലേ ദിവസം നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. 2-3 ദിവസം നല്ല വെയിലായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് അസല് മഴയായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ അവിടെ ഒരു തുണിയും കൂടെ ചവിട്ടി കയറാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി മോപ്പ് ഒന്ന് നമുക്ക് അടിച്ച് തിരുമ്പി, ഇത് നമ്മൾ തോട്ടിലേക്കാണ് കേട്ടോ കൊണ്ടുപോകാറ്. ഡെയിലി കൊണ്ടുപോകാറൊന്നുമില്ല. അവിടുന്ന് ഒരു 2-3 പ്രാവശ്യമൊക്കെ നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഒലിമ്പിടും. ഒരു 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ തോട്ടിൽ പോയിട്ട് നല്ല അടിച്ച് കഴുകി തിരുമ്പി വരാറാണ്. ഇപ്പം പിന്നെ കണ്ണൻകുട്ടി എനിക്ക് തിരുമ്പാൻ കല്ലുണ്ടാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അമ്മയ്ക്ക് കുമ്പിടേ വേണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് ഹൈറ്റിലാണ് കേട്ടോ ഉണ്ടാക്കി എന്നുള്ളത്. നല്ല അടിപൊളിയായിട്ടോ തിരുമ്പാൻ വേണ്ടിയിട്ട്. ഇനി ശനി ഞായറൊക്കെ നമുക്ക് തോട്ടിലേക്കോ കുളത്തിലോ പോയാൽ മതി. നമ്മുടെ ബെഡ്ഷീറ്റോ പില്ലോ കവറൊക്കെ തിരുമ്പാൻ വേണ്ടിയിട്ട്. അത് ഇതിൽ തിരുമ്പുമ്പോൾ കുഞ്ഞ കല്ല, അതുകൊണ്ട് വലിയ വൃത്തിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഡെയിലി യൂസിൻ്റെ ഒക്കെ തിരുമ്പാൻ വേണ്ടിയിട്ട് സുഖം. അല്ലാണ്ട് ബെഡ്ഷീറ്റൊക്കെ തിരുമ്പാൻ വേണ്ടി നമുക്ക് തോടും കുളമൊക്കെ ആശ്രയിക്കാം. അതും ആഴ്ചയിൽ 1 പ്രാവശ്യം 2 പ്രാവശ്യം പോയാൽ മതിയല്ലോ. ഇത് ഡെയിലി തോട്ടിൽ പോണ സമയവും ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടപ്പാച്ചിലൊക്കെ കൂടെ ആയിട്ടേ. അപ്പോൾ അതുകൊണ്ട് തിരുമ്പാക്കല്ല അങ്ങോട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതിൽ തിരുമ്പിയിട്ടുണ്ടെങ്കിൽ പൂതി തീരില്ല. അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ ആൾ. അതുകൊണ്ട് അത് വലിയ കാര്യമായി. എന്നിട്ട് മോപ്പൊക്കെ നല്ലോണം തല്ലി തിരുമ്പിയിട്ട് നമ്മൾ ഒലുമ്പിയിട്ട് നമുക്ക് അവിടെ എവിടെയെങ്കിലുമൊക്കെ തൂക്കിയിട്ടോണ്ട് ഉണക്കാം. എന്നിട്ട് നമുക്കിനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരുമ്പാനുണ്ട് ഒരു 3-4 കൂടെ. അതും കൂടെ കയ്യോടെ അങ്ങോട്ട് തിരുമ്പിയിട്ട്. എന്താ വെച്ചാൽ ഇനി പൂജട്ടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലേ യൂണിഫോമും കാര്യങ്ങളും മാത്രം അവൾക്ക് തിരുമ്പിയാൽ മതിയല്ലോ. മറ്റേ ഇതും കൂടെ ആകുമ്പോഴേക്കും ഇത്തിരി നേരം വൈകും. അവൾ വരാൻ തന്നെ ഒരു 5:45 ആവും, 5:30 കഴിയും. പിന്നെ വീട്ടിൽ വന്ന് ആ ഒരു ത്രിസന്ധ്യ നേരത്ത് എല്ലാം കൂടെ ആകുമ്പോഴേക്കും വിളക്ക് കൊളുത്തുന്ന സമയം കഴിയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോഴാണ് 2-3-4 കറണ്ടും കൂടെ അവിടെ കിടക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വേനൽക്കാലം ആയതുകൊണ്ട് അവിടെ നല്ലോണം ഈ കാറ്റും ഒക്കെ വരുമ്പോൾ ഇല്ലേ ചപ്പ് ഇങ്ങോട്ട് ചാടണുണ്ട് കേട്ടോ. അപ്പോൾ അടിച്ചു വാരിയിടാണ്ടിരുന്ന് കഴിഞ്ഞാൽ കുറച്ച് സ്ഥലത്തേ ഉള്ളൂ, പക്ഷെ അവിടെ അങ്ങോട്ട് അടിച്ചു വാരിയിട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ്. നമുക്ക് വേനൽക്കാലത്തില്ലേ ഇവിടെ അടുപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. നല്ല രസമായി. ഇവിടെ അടുപ്പുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ചോറിനോ കാര്യത്തിനൊക്കെ ചോറ് വയ്ക്കാനും പിന്നെ ഇപ്പോൾ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കൂടുതലൊക്കെ ഫുഡ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് വേനൽക്കാലം ആവട്ടെ അടിപൊളിയായിട്ടൊരു അടുപ്പ് പുറത്ത് സെറ്റ് ചെയ്യണം. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് അടിച്ച് വാരിയിട്ടിട്ട് നമ്മുടെ പുതിയ ചവിട്ടി, പുതിയതല്ല തിരുമ്പിയിട്ട് ഉണങ്ങിയിട്ടുള്ള ചവിട്ടി ഇത് കിച്ചണിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്രയേ ഉള്ളൂ, ഒരു പിടിയേ ഉള്ളൂ തിരുമ്പാൻ വേണ്ടിയിട്ട്. അതിനിട്ട് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കുളിച്ചതും പൂജിറ്റി വന്നു കഴിഞ്ഞാൽ യൂണിഫോമും അവളുടെ മാറ്റിയതൊക്കെ ആയിട്ട് കുറച്ചും കൂടെ അധികമാവും. അപ്പോൾ ഇതങ്ങോട്ട് ആക്കി കഴിഞ്ഞാൽ അത്രയും കൂടെ ആക്കായില്ലേ അവൾക്കെന്ന് വിചാരിച്ചിട്ട് ഞാനത് വേഗം കയ്യോടെ അങ്ങോട്ട് തിരുമ്പാൻ വെച്ചിട്ട് കണ്ണുകുട്ടി അതവിടെ വെച്ചോളാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവൾ ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. അവർ രണ്ടാളും ഹെൽപ്പ് ചെയ്യും കേട്ടോ.
ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ചും കൂടെ കണ്ണൻകുട്ടിക്കാണ് അറിയുക. അവനാണ് കാര്യം നല്ല രുചിയിൽ ഉണ്ടാക്കുക. ഉപ്പും എരിവും പുളിയൊക്കെ. പൂജയ്ക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ വലിയൊരു എയിമില്ല, എന്നാലും ചെയ്യും. പക്ഷേ കണ്ണൻകുട്ടി കാര്യമായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ അവൻ ഉണ്ടാക്കും. ഈ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കാര്യങ്ങളെല്ലാവരും ചോദിക്കാറുണ്ട്, ചേച്ചിമാർ പിള്ളേർ ചെയ്യില്ലേന്ന്. ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ ഒന്നും കൂടെ വയ്ക്കുമ്പോൾ അവരെയും കൊണ്ട് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അമ്മമാരാകുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും. നമ്മൾ കുട്ടികളെയും കൊണ്ട് അല്ലാതെ ചെയ്യിപ്പിക്കാൻ നമുക്ക് പറ്റില്ല. ഒന്നും ഇങ്ങോട്ട് വേയിച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ചെയ്യില്ലേ, അങ്ങനെയാണ് കേട്ടോ. അല്ലാതെ അവർ ചെയ്യാത്തതിനെ കൊണ്ടൊന്നും അല്ല. അപ്പോൾ നമ്മുടെ തിരുമ്പലും കാര്യങ്ങളൊക്കെ ഒരു വിധം കിട തകൃതിയിൽ നടക്കുന്നുണ്ട്. കുമ്പിടൊന്നും വേണ്ട കേട്ടോ. ബാക്ക് പെയിനൊക്കെ നല്ല ആക്കണ്ടാവും. എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കല്ല് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നല്ല ഒരള്ളയാണ് കേട്ടോ. ഒരു സിമെൻറ്റിൻ്റെ എന്തോ ഒരു ഇതാണ് നമ്മുടെ ഇവിടെ കിടക്കണമായിരുന്നു. പിന്നെ കല്ലൊന്നും തിരഞ്ഞ് കാണാത്തതിനെ കൊണ്ട് ഇതങ്ങോട്ട് ആക്കാമെന്ന് വിചാരിച്ചു. വേഗം തിരുമ്പൽ കഴിഞ്ഞിട്ട് കണ്ണൻകുട്ടിയില്ലേ, അവന് വീഡിയോ എടുക്കാൻ ഇരുന്നിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വീഡിയോയുടെ കാര്യത്തിലൊക്കെ ഇന്നും വലിയ കഥയായിരിക്കും. പൂജിറ്റി ആകുമ്പോൾ പിന്നെ അവിടെ ക്ലിയർ ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് ചെയ്യും. അവന് പിന്നെ എത്ര വലിയൊരു ഐഡിയ ഇതിനെ പറ്റിയില്ലാത്തതുകൊണ്ട് അവൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വല്ലപ്പോഴും ആണ്ടിൽ സംക്രാന്തിക്ക് നിൽക്കാറുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി ചെയ്യണതാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരുമ്പി പിഴിയാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അത് പിഴിഞ്ഞത് അപ്പം തന്നെ അവിടെ ഈ ഒരു ചാടി എടുക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അയൽ മേലേക്കാണ് കേട്ടോ. ഒന്ന് ചാടിയിട്ട് ഒന്നിട്ട് കഴിഞ്ഞാൽ ഒരു തുണി വിരിച്ച് കഴിഞ്ഞാൽ അടുത്തത് ഇടാൻ വേണ്ടി സുഖമാണ്. അപ്പോൾ കയ്യോടെ ഓരോന്ന് ഒലുമ്പി പിഴിഞ്ഞത് അവിടെ തോരയിടുന്നുണ്ട്. ഇവിടെ നല്ല വെയിലാണ് കേട്ടോ. പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും. വെയിൽ വരുമ്പോഴേക്കും വേഗം കണ്ട് കയറാം. ഇപ്പോൾ ഒരു 10:45 11 മണി ആവണേ ഉള്ളൂ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം എനിക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടുണ്ടാവുമല്ലോ. മറ്റേത് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ് നിൽക്കുമ്പോഴേക്കും ആകെ കൂടെ വയ്യാണ്ടാവും. മരുന്നിന് ഇത്തിരി ഡോസ് ഉണ്ട് തോന്നുന്നു, അതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ പിന്നെ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ കിടന്നുറങ്ങും കേട്ടോ. ഇന്ന് ലൈവ് പോകണമെന്നൊക്കെ ഉണ്ട് എനിക്ക്. നോക്കുമ്പോൾ ഇനി നോക്കട്ടെ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അങ്ങനെ നമ്മുടെ ചോറും മോരുകറിയല്ല, നമ്മുടെ ഓമക്കായ കറിയും മീൻ വറുത്തതും ചിക്കൻ്റെ കുറച്ചും മാങ്ങ ഉപ്പിലിട്ടതൊക്കെ കൂടെ കൂട്ടി കഴിക്കുകയാണ്. അപ്പോൾ ഈ പൊളി കോമ്പിനേഷനാണ് ഈ കറിക്ക് ഉണക്കമീനും കൂടെ ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി എൻ്റെ അടുത്ത് പിന്നെ ഷോർട്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് ലോങ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത നിന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹവും താങ്ക്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ, സീ യു.